ആരെ എന്ത് പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന മുഖഭാവമായിരുന്നു പവിത്രനുള്ളത്. ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കലർത്തി പോസ്റ്റിട്ടും തനിക്കൊന്നും വന്നിട്ടില്ല എന്ന അഹങ്കാരമാണ് പവിത്രൻ്റേത്. കാസർകോഡത്തെ CPIയുടെ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടും സസ്പെൻഡ് കഴിഞ്ഞ് പഴയ താക്കോൽ സ്ഥാനം കിട്ടിയതിൻ്റെ ആത്മവിശ്വാസം പവിത്രന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച രജിത G. നായരെ അധിക്ഷേപിച്ചതിൻ്റെ കുറ്റബോധമൊന്നും പവിത്രൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. തീർത്തും ആത്മവിശ്വാസത്തോടെയാണ് അയാൾ ഇന്നും ഓഫീസിൽ എത്തിയത്. റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട യോഗം സ്വന്തം ഓഫീസിൽ ചേർന്നു. നിർദ്ദേശങ്ങളുമായി ഡെപ്യൂട്ടി തഹസിൽദാർ കളം നിറയുന്നതിനിടെ യോഗത്തിലേക്ക് തഹസിൽദാർ എത്തി ഒരു കത്ത് കൈമാറി. ആ കത്ത് വായിച്ചു നോക്കിയപ്പോൾ തൻ്റെ പണി പോയെന്ന് പവിത്രൻ തിരിച്ചറിഞ്ഞു. എന്നാൽ അതിൽ ഒതുങ്ങുമെന്ന ആത്മവിശ്വാസത്തിൽ പവിത്രൻ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കാത്തുനിന്നത് DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. അങ്ങനെ പവിത്രനെ കസ്റ്റഡിയിലാക്കി. ഒന്നിലേറെ തവണ ഇയാൾ സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇപ്പോഴത്തെ തെറ്റിന് ശിക്ഷ പിരിച്ചുവിടൽ ആകുമെന്ന് ഏവരും കരുതിയത്. CPIയുടെ ജീവനക്കാരുടെ സംഘടനാ നേതാവ് ആണ് പവിത്രൻ. റവന്യൂ മന്ത്രി K. രാജൻ്റെ വിശ്വസ്ത പട്ടികയിൽ ഉള്ള ആളാണ് പവിത്രൻ. അതുകൊണ്ട് തന്നെ മുൻ റവന്യൂ മന്ത്രിയെ ഫേസ്ബുക്കിൽ കൂടി അധിക്ഷേപിക്കാനുള്ള അഹങ്കാരം പവിത്രന് ഉണ്ടായത്. 7 മാസം മുമ്പ് ഇയാൾ പുറത്തായിരുന്നു. അതേ കസേരയിൽ പവിത്രനെ മന്ത്രി ഓഫീസിനുള്ളിൽ നിയമിച്ചു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സർക്കാരിനുണ്ടായ നാണക്കേട്. ഇടതുഭരണകാലത്ത് റവന്യൂ വകുപ്പ് CPIയുടെ കുത്തകയാണ്. അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിൽ കാര്യം നേടണമെങ്കിൽ CPI സർവീസ് സംഘടന ജോയിന്റ് കൗൺസിലിൻ്റെ ഭാഗമായിരിക്കണം. അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിലെ നിർണായക സ്വാധീന ശക്തിയാണ് ജോയിന്റ് കൗൺസിൽ. ഇടത് ഭരണമുള്ളപ്പോൾ പലരും ഈ സംഘടനയുടെ ഭാഗമാകും. ഭരണം പോയാൽ കാലുമാറും. അധികാരം തിരിച്ചു കിട്ടുമ്പോൾ തിരിച്ചു വരും. ഇങ്ങനെ ജോയിന്റ് കൗൺസിലിനെ ഉപയോഗിക്കുന്നവർ ഏറെ തന്നെ ഉണ്ട്. എന്നാൽ പവിത്രൻ ഇതിൽ നിന്നും വ്യത്യസ്തനാണ്. സർവീസിൽ കയറിയതു മുതൽ ഇയാൾ ജോയിന്റ് കൗൺസിലിൻ്റെ ഭാഗമാണ്. ഇത് ഉപയോഗിച്ചാണ് CPI ഭരണകാലത്ത് താക്കോൽ സ്ഥാനത്തേക്ക് ഇയാൾ കയറി ഇരിക്കാറുള്ളത്. CPIയുടെ കാസർകോഡിലെ പ്രധാന നേതാവാണ് ചന്ദ്രശേഖരൻ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭേദപ്പെട്ട മന്ത്രിയായിരുന്നു ചന്ദ്രശേഖരൻ. അങ്ങനെയൊരു കമ്മ്യൂണിസ്റ്റിനെ ഒന്നിനും കൊള്ളാത്തവനെന്നും അഴിമതിക്കാരനെന്നും വെല്ലുവിളിച്ച് അധിക്ഷേപിക്കുകയുണ്ടായി പവിത്രൻ. എന്നിട്ടും പവിത്രനെ 7 മാസം പുറത്തു നിർത്തി മന്ത്രി K. രാജൻ തിരിച്ചെടുത്തു. ചന്ദ്രശേഖരനെതിരായ പോസ്റ്റിനെ തുടർന്ന് നടപടി ഉത്തരവിൽ നിരവധി തവണ അതുപോലത്തെ കുറ്റങ്ങൾ പവിത്രൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പല താക്കീതുകൾ പവിത്രന് നൽകിയിട്ടും ആ ഉത്തരവിൽ ഇയാൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ അഹങ്കാരഭാവത്തോടെയാണ് വീണ്ടും ഇയാൾ മുന്നോട്ട് പോകുന്നത്. ഇയാൾക്ക് ആരെയും അധിക്ഷേപിക്കാം, എന്തും ചെയ്യാം എന്നുള്ളൊരു മനോധൈര്യം തന്നെ ഇയാളുടെ മുഖത്ത് ഉണ്ട്. പക്ഷേ മന്ത്രി ഓഫീസിലെ പവിത്രൻ തിരികെ സർവീസിൽ കയറി. അത് തൻ്റെ സംഘടനയിലെ സ്വാധീനത്തിൻ്റെ തെളിവായി പവിത്രൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. സർവീസിൽ തിരിച്ചെത്തിയ ശേഷം കൂടുതൽ കരുത്തുള്ള ഉദ്യോഗസ്ഥൻ താനാണെന്ന സന്ദേശം കീഴ് ജീവനക്കാർക്ക് നൽകുകയും ചെയ്തു പവിത്രൻ. ആ അഹങ്കാരം ആണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ ഇരയായ രഞ്ജിത്തെ അപമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പോസ്റ്റ് ഫേസ്ബുക്കിൽ പവിത്രൻ ഇട്ടപ്പോൾ വൈറലായപ്പോൾ തന്നെ തൻ്റെ വിശ്വസ്തനാണ് കുടുങ്ങിയതെന്ന് മന്ത്രി രാജനും തിരിച്ചറിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ച നിലപാടായിരുന്നു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയുടെ സാധ്യത പോലും തകർക്കുന്നതാണ് ആ പോസ്റ്റെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി. അതിവേഗ നടപടിക്ക് റവന്യൂ മന്ത്രിക്ക് നിർദ്ദേശം നൽകി. അങ്ങനെയാണ് പവിത്രനെ സസ്പെൻഡ് ചെയ്തെന്ന ഉത്തരവ് സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തിറങ്ങിയത്. നേരത്തെ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടാണ് പവിത്രൻ. സസ്പെൻഡ് ഉത്തരവ് ഉള്ളത്. റവന്യൂ വകുപ്പിലെ ജൂനിയർ സൂപ്രണ്ടിനെ ആണ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് വിളിക്കുന്നത്. പവിത്രൻ റവന്യൂ മന്ത്രി വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ തഹസിൽദാർ ആണ്. ആരെ എന്തു പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന മുഖഭാവമാണ് പവിത്രന് ഉള്ളത്.